ഡൽഹിയിൽ വമ്പൻ വിജയവുമായി BJP 27 വർഷം പിന്നിട്ടാണ് BJP ഇത്ര വലിയ ഒരു വിജയത്തിലേക്ക് അവിടെ കുതിക്കുന്നത്. കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഭരണ തുടർച്ചയ്ക്ക് ശേഷം BJP ഡൽഹി ഭരിക്കാൻ പോകുന്നു. പ്രധാന തലക്കെട്ടുകൾ. ഡൽഹി പിടിച്ചെടുത്ത് BJP, ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു. മൂന്നാം വട്ടവും 0-ഒതുങ്ങി കോൺഗ്രസ്. ചരിത്ര വിജയത്തിന് ഡൽഹിക്ക് സല്യൂട്ടെന്ന് മോദി. വിജയാഹ്ലാദം പങ്കിടാൻ പ്രധാനമന്ത്രി വൈകിട്ട് BJP ആസ്ഥാനത്ത്. ആം ആദ്മി പാർട്ടിയുടെ വൻമരങ്ങൾ വീണു. കെജ്രിവാൾ നേരിട്ടത് ദയനീയ തോൽവി. മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനും അടക്കമുള്ളവരും തോറ്റു. അവസാന റൗണ്ടിൽ ജയിച്ചു കയറി മുഖ്യമന്ത്രി അതിഷി. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് കെജ്രിവാൾ. ഡൽഹിയിലെ സകല മേഖലകളിലും വ്യക്തമായ ആധിപത്യം നേടി BJP. സമ്പന്ന വിഭാഗങ്ങളുടെയും മധ്യവർഗത്തിന്റെയും പിന്തുണയോടെ ജയം. സഖ്യം വേണ്ടെന്ന് വെച്ച തീരുമാനവും ആപ്പിന് വിനയായി. പലയിടത്തും തോറ്റത് കോൺഗ്രസ് പിടിച്ച വോട്ടുകൾക്ക്. അധികാരം പിടിച്ചതിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് BJP. കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ മുഖ്യമന്ത്രിയായേക്കും. വിജേന്ദർ ഗുപ്ത, മനോജ് തിവാരി തുടങ്ങിയവരും പരിഗണനയിൽ. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി പർവേഷ് സാഹിബ്. മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ന്യൂസ് 18. हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी. आने वाले समय में आपको पता लगेगा. അയോധ്യ ക്ഷേത്രമുള്ള ഫൈസാബാദിലെ തോൽവിക്ക് മിൽക്കിപൂരിൽ BJPയുടെ മധുര പ്രതികാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചന്ദ്രഭാനു പസ്വാന് വൻ ഭൂരിപക്ഷത്തിൽ ജയം. സമാജ്വാദി പാർട്ടിക്കേറ്റത് കനത്ത തിരിച്ചടി. തമിഴ്നാട്ടിലെ ഈറോഡ് ഉപതെരഞ്ഞെടുപ്പിൽ DMKയ്ക്ക് ജയം. ബ്രൂവറി വിഷയത്തിൽ സർക്കാർ പിന്നോട്ടിൽ നിന്ന് CPM. ഘടകകക്ഷികളുടെ എതിർപ്പ് തള്ളി MV ഗോവിന്ദൻ. മുന്നണിയിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുമെന്നും LDF കൺവീനർ. മദ്യോൽപാദനം തൊഴിൽ സാധ്യത കൂട്ടുമെന്നും TP രാമകൃഷ്ണൻ. കൊല്ലം ചാത്തന്നൂരിൽ മാൻഹോളിൽ വീണ് പരിക്കേറ്റ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ജീവനക്കാരി മരിച്ചു. അപകടം MES ഹോസ്റ്റലിലെ സ്ലാബ് തകർന്ന്. മരിച്ചത് തൃശൂർ സ്വദേശി മനീഷ. പരിക്കേറ്റ മറ്റൊരു ജീവനക്കാരി ആശുപത്രിയിൽ തുടരുന്നു. പകുതി വില തട്ടിപ്പിൽ കൂടുതൽ പേർ കുടുങ്ങും. സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാർ അടക്കമുള്ളവർ സംശയനിഴലിൽ. ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളെയും തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യും. ഇന്നും പോലീസിന് മുന്നിലെത്തിയത് നിരവധി പരാതികൾ. ഡൽഹി പിടിച്ചെടുത്ത് BJP. ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിൽ. 3-2 ഭൂരിപക്ഷം നേടിയാണ് ആം ആദ്മി ഭരണത്തിന് അന്ത്യം കുറിച്ചത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ പരാജയപ്പെട്ടു. നിലവിലെ ലീഡ് നില പ്രകാരം ആകെയുള്ള 70 മണ്ഡലങ്ങളിൽ 47 BJPക്കൊപ്പമാണ്. ആം ആദ്മി പാർട്ടിയുടെ ലീഡ് 23 സീറ്റുകളിൽ മാത്രമാണ്. കോൺഗ്രസ് ഇത്തവണയും സംപൂജ്യരായി. കേന്ദ്രത്തിൽ മോദി, ഡൽഹിയിൽ കേജ്രിവാൾ. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ചുനാളായുള്ള ഡൽഹിക്കാരുടെ മുദ്രാവാക്യം. ആ പതിവ് ഇത്തവണ ഡൽഹി മാറ്റിപ്പിടിച്ചപ്പോൾ BJP ഭരണത്തിലേക്ക്. BJPയുടെ തേരോട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ തോറ്റു. പാർട്ടിയിലെ രണ്ടാമൻ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ നേതാക്കളും പരാജയമറിഞ്ഞു. കഴിഞ്ഞ തവണ നേടിയ 8 സിറ്റിംഗ് സീറ്റുകളും നിലനിർത്തിയാണ് BJP ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയത്. ആകെയുള്ള 11 ജില്ലകളിൽ 9 ജില്ലകളിലും BJPക്കാണ് മേൽക്കൈ. ആം ആദ്മി പാർട്ടിക്ക് മേധാവിത്വമുള്ളത് സെൻട്രൽ ഡൽഹിയിലും സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലും മാത്രം. മധ്യവർഗം നിർണായകമായ ഡൽഹിയിൽ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവും വോട്ടിംഗിൽ പ്രതിഫലിച്ചു. മധ്യവർഗ സ്വാധീനമുള്ള 24 മണ്ഡലങ്ങളിൽ 17ഉം BJPയെ തുണച്ചു. പഞ്ചാബി, പൂർവാഞ്ചലി മേഖലകളിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കി. തിരിച്ചടിയിലും ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും പിന്തുണയാണ്.
തുടർച്ചയായി മൂന്നാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് MLA-മാരില്ല. എന്നാൽ വോട്ട് ശതമാനം ഉയർത്താനായത് കോൺഗ്രസിന് ആശ്വസിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും പിന്നാലെ ഡൽഹി പിടിക്കാനായത് BJPക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ആം ആദ്മിയെ തുടച്ചിരുന്ന മിക്ക മേഖലകളിലും ആധിപത്യം നേടിയാണ് തലസ്ഥാനം BJP പിടിച്ചത്. അടിസ്ഥാന വർഗ്ഗങ്ങൾക്കിടയിലും മിഡിൽ അപ്പർ ക്ലാസിനിടയിലും വിശ്വാസമാർജിക്കാൻ BJPക്കായി. ദളിത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ കോട്ടമുണ്ടാകാതിരുന്നതാണ് ആം ആദ്മിക്ക് പരാജയത്തിന് ഇടയാക്കിയതിലും അല്പം ആശ്വാസം. 2013 തുടങ്ങിയ ആം ആദ്മിയുടെ തേരോട്ടത്തിൽ ഡൽഹിയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആർജിച്ചാണ് മുന്നോട്ട് പോയത്. 3 തവണ ഷീലാ ദീക്ഷിത് തുടർച്ചയായി ഡൽഹി പിടിച്ചപ്പോൾ കോൺഗ്രസിനൊപ്പം നിന്ന വിഭാഗങ്ങളെല്ലാം കെജ്രിവാളിനൊപ്പം പോവുകയും അത് പിന്നീട് ആം ആദ്മിയുടെ ഉറച്ച വോട്ട് ബാങ്കായി മാറുകയുമായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അടിസ്ഥാന വിഭാഗവും സമ്പന്ന വിഭാഗവും ഇടത്തരക്കാരും BJPയെ തുണച്ചു. അടിസ്ഥാന വിഭാഗത്തിന് മേധാവിത്വമുള്ള 32 സീറ്റുകളിൽ 19 ഇടത്തും മുന്നേറാൻ BJPക്കായി. സമ്പന്ന വിഭാഗത്തിന് മേധാവിത്വമുള്ള നഗരമേഖലകളിലും BJP കുതിപ്പ് നടത്തി. ഇത്തരത്തിലുള്ള 9 മണ്ഡലങ്ങളിൽ 7 ഇടത്തും താമര വിരിഞ്ഞു. എന്നും ആം ആദ്മിയുടെ ഉറച്ച വോട്ട് ബാങ്കായിരുന്ന ഇടത്തരക്കാരെ കൂടെ കൂട്ടാൻ ഇത്തവണ BJPക്കായി. കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവിലൂടെ നേട്ടമാകുമെന്ന BJP പ്രതീക്ഷ പൂവണിഞ്ഞത് ഇടത്തരക്കാർക്ക് മേധാവിത്വമുള്ള ഇത്തരം 28-ൽ 23 ഇടത്താണ്. ചേരികളെ മറന്ന ആം ആദ്മിയെ ഇത്തവണ ആ മേഖലയും കൈവിട്ടു. 19-ൽ 17 ഇടത്തും BJPക്കാണ് ആധിപത്യം. പഞ്ചാബ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂട്ടത്തോടെ ആപ്പിനായി അണിനിരന്നിട്ടും പഞ്ചാബ് വോട്ടർമാരെ സ്വാധീനിക്കാനായില്ലെന്നത് തിരിച്ചടിയായി. ജാട്ട്, ഗുജറാത്ത് വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലും BJPക്കാണ് നേട്ടം. 14-ൽ 10 ഇടത്തും നേട്ടമുണ്ടാക്കാനായി. ദളിത് വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള 11 സീറ്റുകളിൽ BJPയും ആപ്പും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. അതേസമയം മുസ്ലിം വോട്ടുകൾ കൂടുതലായുള്ള 7-ൽ 6 ഇടത്തും നേട്ടമുണ്ടാക്കാനായതാണ് ആപ്പിന്റെ ഏക ആശ്വാസം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ജനസംഖ്യയിൽ നിർണായകമായ മധ്യവർഗ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് BJP വിജയത്തിന്റെ അടിസ്ഥാന ഘടകം. അധികാരത്തിലെത്തിയാൽ ആം ആദ്മി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ നിർത്തലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച BJP കെജ്രിവാളിനും കൂട്ടർക്കുമെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ചർച്ചയാക്കുന്നതിലും വിജയിച്ചു. മധ്യവർഗത്തിന്റെ നിരാശയിൽ നിന്നായിരുന്നു 2012-ലെ ഗാന്ധി ജയന്തി ദിനത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പിറവി. കാലക്രമേണ അടിസ്ഥാന വർഗത്തിലേക്ക് ആം ആദ്മി പാർട്ടിയും ചുവടുമാറി. ബജറ്റിന് മുന്നോടിയായി കേന്ദ്രത്തിന് നിവേദനം നൽകിയും പ്രചാരണ യോഗങ്ങളിൽ മധ്യവർഗത്തിന്റെ ആശങ്കകൾ ഉന്നയിച്ചും വോട്ട് ബാങ്ക് ഒപ്പം നിർത്താൻ കേജ്രിവാൾ ശ്രമിച്ചെങ്കിലും വൈകി. റെസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം ചേർന്നും വീടുകൾ കയറിയിറങ്ങിയും BJP മധ്യവർഗത്തെ ആകർഷിച്ചു. RSS സജീവമായി പ്രചാരണത്തിൽ ഒപ്പം നിന്നു. വോട്ടെടുപ്പിന് 4 നാൾ മുമ്പ് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവ് നിർണായകമായി. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെയായിരുന്നു കേജ്രിവാൾ പൊതുജീവിതം തുടങ്ങിയത്. കേജ്രിവാളും നേതാക്കളും അഴിമതി കേസിൽ അഴിക്കുള്ളിലായതോടെ അഴിമതി എതിരാളികൾ ആയുധമാക്കി. മദ്യനയക്കേസിൽ സംഭവിച്ചതെന്തെന്ന് ബോധിപ്പിക്കുന്നതിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു. വാഗണാർ കാറിൽ നിന്ന് SUV-യിലേക്കും സാധാരണ വീട്ടിൽ നിന്ന് ചില്ലുകൊട്ടാരത്തിലേക്കും മാറിയെന്ന BJP ആരോപണത്തിന് കേജ്രിവാളിന് മറുപടി ഒന്നും ഉണ്ടായില്ല. ഒരു കാലത്ത് സൗജന്യങ്ങൾക്കെതിരെ നിലപാടെടുത്ത BJP ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ ആം ആദ്മി പാർട്ടി നടപ്പിലാക്കിയ പദ്ധതികൾ നിർത്തില്ലെന്ന് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇത് ആവർത്തിച്ചു. ഇതിലൂടെ BJP വന്നാൽ സൗജന്യ സേവനങ്ങൾ ഇല്ലാതാക്കുമെന്ന കേജ്രിവാളിന്റെ പ്രചാരണം മറികടക്കാനായി. മറ്റെല്ലാ സർക്കാരുകളെയും പോലെ നടപ്പാക്കിയതിനേക്കാൾ നടപ്പാക്കാൻ സാധിക്കാത്ത പ്രഖ്യാപനങ്ങൾ ആം ആദ്മി പാർട്ടിക്കും വിനയായി. ഡൽഹിക്ക് പുറമെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം ലഭിച്ചിട്ടും മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതും അഴുക്കുചാലുകൾ നിറഞ്ഞൊഴുകുന്നതും വോട്ടർമാരെ അകറ്റി. റോഡുകൾ യൂറോപ്യൻ നിലവാരത്തിലാക്കുമെന്ന പ്രഖ്യാപനവും പാഴ്വാക്കായി. ഇതിനു പുറമെ ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള നിരന്തര സംഘർഷവും വോട്ടർമാരെ സ്വാധീനിച്ചു. കേന്ദ്രം BJP ഭരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നവർ ഡൽഹി ഭരിക്കുന്നത് ഭരണനിർവഹണത്തിന് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വോട്ടർമാരെങ്കിലും ചിന്തിച്ചു. ഇതിനെല്ലാം പുറമെ BJPയുടെ ഇലക്ഷൻ മാനേജ്മെന്റ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരമുറപ്പിച്ചു. രാകേഷ്, ന്യൂസ് 18. ഡൽഹിയിൽ അധികാരം പിടിച്ചതോടെ BJPയിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവം. അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേസ് സാഹിബ് സിംഗ് വർമ്മയാണ് പരിഗണനാ പട്ടികയിൽ മുന്നിൽ. വിജേന്ദർ ഗുപ്ത, ദുഷ്യന്ത് ഗൗതം, മജീന്ദർ സിർസ, മനോജ് തിവാരി തുടങ്ങിയ പേരുകളും ചർച്ചകളുണ്ട്. മുഖ്യമന്ത്രി ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് പർവേഷ് സാഹിബ് സിംഗ് വർമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയായിരുന്നു BJP ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്.
27 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തിയതോടെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകളും തുടങ്ങി. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി. തോൽപ്പിച്ചത് പർവേഷ് സാഹിബ് സിംഗ് വർമ്മ. അട്ടിമറി ജയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പർവേഷിന്റെ സാധ്യത കൂട്ടി. വിജയത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പർവേഷ് വർമ്മ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ നേതൃത്വം തീരുമാനിക്കുമെന്ന് പർവേഷ് വർമ്മ ന്യൂസ് 18നോട്. सरकार बन रही है मुख्यमंत्री आप में? देखिए, हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी. आने वाले समय में आपको पता लग जाएगा. മുഖ്യമന്ത്രിയായാൽ അച്ഛൻ അലങ്കരിച്ച പദത്തിൽ മകനുമെത്തിയെന്ന നേട്ടത്തിന് വെസ്റ്റ് ഡൽഹി മുൻ MP അർഹനാകും. പർവേഷിന്റെ അച്ഛൻ സാഹിബ് സിംഗ് വർമ്മ 1996-98 കാലയളവിൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. രോഹിണിയിൽ നിന്ന് തുടർച്ചയായ 3ാം തവണ വിജയിച്ച മുതിർന്ന നേതാവ് വിജേന്ദർ ഗുപ്തയാണ് മറ്റൊരാൾ. നിലവിലെ പ്രതിപക്ഷ നേതാവാണ് വിജേന്ദർ ഗുപ്ത. മാളവ്യ നഗറിൽ സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തിയ മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ പേരും ചർച്ചകളിലുണ്ട്. പഞ്ചാബി വോട്ടുകൾ നിർണായകമായ ഡൽഹിയിൽ ഒരു സിഖ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ രജൌരി ഗാർഡിൽ നിന്ന് ജയിച്ച മജീന്ദർ സിംഗ് സിർസയ്ക്ക് വഴിതെളിയും. BJP വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച പൂർവാഞ്ജലികളെ പരിഗണിച്ചാൽ മുൻ സംസ്ഥാന അധ്യക്ഷനും ഭോജ്പുരി നടനുമായ മനോജ് തിവാരിക്കും സാധ്യതയുണ്ട്. എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കാതിരുന്ന തിവാരിയെ BJP പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം. മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയുടെ മകൻ ഹരീഷ് ഖുറാനയുടെ പേരും ചർച്ചകളിലുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നതായി ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. വിജയത്തിൽ BJP അഭിനന്ദിക്കുന്നു. ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ പങ്കുവഹിക്കുന്നതിനൊപ്പം ജനങ്ങൾക്കിടയിൽ തുടരുമെന്നും കെജ്രിവാൾ പറഞ്ഞു. अब जो जनता ने हमें निर्णय दिया है, हम न केवल एक कंस्ट्रक्टिव ऑपोजिशन का रोल निभाएंगे, बल्कि हम समाज सेवा, जनता के सुख दुख में काम आना, व्यक्तिगत तौर पे जिसको भी जो ज़रूरत होगी, हम लोगों के सुख दुख में हमेशा काम आएंगे. क्योंकि हम राजनीति में कोई सत्ता के लिए नहीं आए, हम राजनीति को एक ज़रिया मानते हैं जिसके ज़रिए जनता की सेवा की जा सके, जिसके ज़रिए लोगों के सुख दुख में काम आया जा सके. वो काम हम करते रहेंगे और हमें आगे भी इसी तरह से जनता के सुख दुख में काम आना है. मैं आम आदमी पार्टी के सभी कार्यकर्ताओं को बहुत बहुत बधाई देना चाहता हूँ. वो बहुत शानदार चुनाव लड़े, बहुत मेहनत की, उन्होंने बहुत कुछ सहा. इस पूरे चुनाव के दौरान उन्होंने बहुत शानदार चुनाव लड़ा. इसके लिए मैं उन सबको, सभी कार्यकर्ताओं को बहुत बहुत बधाई देना चाहता हूँ. नमस्कार. ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അതിനൊത്ത മുദ്രാവാക്യമുയർത്തി അധികാരം പിടിക്കുകയും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി ജനപിന്തുണ ഉറപ്പിക്കുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് പിഴച്ച ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. ഭരണത്തിൽ ശ്രദ്ധിക്കേണ്ട കെജ്രിവാളിനെ കേസിൽ കുടുക്കിയിടാനുള്ള BJP തന്ത്രത്തെ മറികടക്കാനായില്ലെന്ന് കൂടി തെളിയിക്കുന്നതാണ് ഡൽഹിയുടെ ഫലം. अरविंद केजरीवाल ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति പാർട്ടി രൂപീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഡൽഹി മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ. തൊട്ടടുത്ത വർഷം 70-ൽ 67 സീറ്റും ജയിച്ച് അധികാരത്തിൽ. 5 വർഷത്തെ ഭരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും 70-ൽ 62 സീറ്റ് നേടി ആവർത്തിച്ച വിജയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത അത്ഭുതം. വൺ ടൈം വണ്ടർ എന്ന ആക്ഷേപത്തിന് പഞ്ചാബിലും ഭരണം പിടിച്ചായിരുന്നു മറുപടി. പതിവ് രാഷ്ട്രീയ വഴിയിൽ നിന്ന് മാറി നടന്ന മുൻ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ സാധാരണ മനുഷ്യർക്ക് രാഷ്ട്രീയ നേതാക്കളോടുള്ള എതിർപ്പും അമർഷവും തിരിച്ചറിഞ്ഞ് മുദ്രാവാക്യങ്ങൾ കണ്ടെത്തി. അണ്ണാ ഹസാരയ്ക്കൊപ്പം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ സാധാരണക്കാരുടെ മിശിഹ പരിവേഷം. मैं अरविंद केजरीवाल ईश्वर की शपथ लेता हूं कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा. ഭരണത്തിലും പിഴച്ചില്ല. ജനപ്രിയ നടപടികളിലൂടെ ജനവിശ്വാസം കാക്കാനുള്ള ശേഷിയായിരുന്നു കൈമുതൽ. പാർട്ടിയിൽ ഏകാധിപതിയായി മാറുമ്പോഴും ജനപ്രിയ തന്ത്രങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തിയില്ല. അതിന് ഒരു പ്രത്യയശാസ്ത്രവും തടസ്സവുമായില്ല. കടുത്ത ഹിന്ദുത്വ ആശയങ്ങളിലൂടെ തന്നെ BJPയെ നേരിട്ടു. പക്ഷേ ഒടുവിൽ BJP തന്ത്രത്തിൽ കെജ്രിവാൾ എന്ന കൂർമ്മബുദ്ധിയായ രാഷ്ട്രീയക്കാരൻ വീണു. കെജ്രിവാളിനെയും പാർട്ടിയെയും കേസുകളിൽ തളച്ചിട്ടു. ഇതോടെ സമയവും ബുദ്ധിയും തന്ത്രവും കേസുകൾക്ക് പിറകെയായി. ഭരണത്തിലും പാർട്ടിയിലും ശ്രദ്ധിക്കാൻ കെജ്രിവാളിന് സമയം ഇല്ലാതെയായി. പഴയ പ്രതിച്ഛായയുടെ ആത്മവിശ്വാസത്തിൽ എല്ലാം മറികടക്കാമെന്ന് പ്രതീക്ഷിച്ചു.
കെജ്രിവാൾ ജയിലിലായപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും നയിക്കാൻ രണ്ടാം നിരയിൽ മികച്ച നേതാക്കളും ഉണ്ടായിരുന്നില്ല. എല്ലാം തനിക്കൊറ്റയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിനേറ്റ അടികൂടിയാണ് ഈ ഫലം. ഹരിയാനയിലെ ഭിവാനിയിൽ ജനിച്ച 56-കാരനായ അരവിന്ദ് കെജ്രിവാളിന് മുന്നിൽ പക്ഷേ ഇനിയും കാലമുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. അയോധ്യയിലെ മിൽക്കിപൂരിൽ BJPയുടെ മധുര പ്രതികാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ചന്ദ്രഭാനു പാസ്വാന് മിന്നും ജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശിൽ അയോധ്യ ജില്ലയിലെ മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP നേടിയത് തകർപ്പൻ ജയം. 39-കാരൻ ചന്ദ്രഭാനു പാസ്വാൻ താമര വിരിയിച്ചത് BJP കണക്ക് കൂട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ. സമാജ്വാദി പാർട്ടി നേതാവും ഫൈസാബാദ് MPയുമായ അവധേഷ് പ്രസാദിന്റെ മകൻ അജിത് പ്രസാദാണ് പരാജയപ്പെട്ടത്. പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെട്ടിരുന്നു. മൂന്നാമതും അധികാരത്തിലെത്തിയെങ്കിലും ഫൈസാബാദിലെ തോൽവി BJPക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. ഇതോടെയാണ് മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധാകേന്ദ്രമായത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീറും വാശിയും നിറഞ്ഞു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് തന്നെ BJP പ്രചരണത്തിന്റെ മേൽനോട്ടം വഹിച്ചു. വലിയ ഭൂരിപക്ഷത്തോടെ മിൽക്കിപൂരിൽ നേടിയ വിജയത്തിൽ BJPക്ക് അഭിമാനിക്കാം. मिल्कीपुर की जनता ने जिस तरह से अपार जन समर्थन दिया है, उसके लिए मैं मिल्कीपुर की जनता के चरणों में कोट कोट प्रणाम करता हूं, वंदन अभिनंदन करता हूं। हम लोग सरकार द्वारा जो जन कल्याणकारी योजनाएं चलाई जा रही हैं, उसको हम लोग जन जन तक पहुंचाने का काम किए. സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയായി. भारतीय जनता पार्टी इस तरह से पूरी तरह से विज्ञ है, उसके संज्ञान में है, जानकारी में है कि भारतीय जनता पार्टी मिल्कीपुर विधानसभा से बहुत बुरी तरह से हारेगी, पराजित होगी। हालांकि उन्होंने एक महीना पहले से ही 1 दर्जन से जैसे तमाम अपने मंत्रिपरिषद के लोगों को लगाया है, 1 महीने से ज्यादा हो गया, वो वहां रह रहे हैं, डेरा डाले हैं कुमारगंज यूनिवर्सिटी में और कहीं पर डेरा डालकर काम कर रहे हैं। लेकिन उसमें तो ज्यादातर ऐसे लोग हैं जो अपने चुनाव में स्वयं नहीं हारे हैं, और लोकसभा का जो चुनाव हुआ है उस चुनाव में अपने क्षेत्र में बुरी तरह हारे हैं, तो यहाँ उनका कोई पैर नहीं लगेगा। यहाँ समाजवादी पार्टी, वहाँ के लोग देवतुल्य मतदाताओं की कृपा से. ന്യൂസ് 18 ഡൽഹി. തമിഴ്നാട് ഈറോഡ് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ DMKയ്ക്ക് ജയം. 30,000-ലധികം വോട്ടുകൾ നേടിയാണ് ചന്ദ്രകുമാർ VC വിജയമുറപ്പിച്ചത്. MLA ആയിരുന്ന കോൺഗ്രസിലെ VKS ഇളങ്കോവിന്റെ മരണത്തെ തുടർന്നാണ് ഈറോഡ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. നാം തമിഴർ കക്ഷിയുടെ MK സീതാലക്ഷ്മിയാണ് രണ്ടാം സ്ഥാനത്ത്. മുഖ്യപ്രതിപക്ഷമായ AIDMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. ഘടകകക്ഷികളുടെ എതിർപ്പ് മറികടന്നും പാലക്കാട്ടെ ബ്രൂവറിയുമായി മുന്നോട്ട് പോകാൻ CPM. പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം ആലോചനയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ഘടകകക്ഷികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കുന്ന കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്തുവെന്ന കൺവീനറുടെ നിലപാട് പാർട്ടി സെക്രട്ടറി തള്ളി. അല്ല, ഇതിനെ നിർത്തിവെക്കേണ്ട കാര്യം അത് നടക്കില്ലേ, നടന്നുകൊണ്ടിരിക്കില്ലേ. ആ പ്രക്രിയ മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ ആവശ്യമായ ചർച്ച ഇവിടെയൊക്കെ ആരൊക്കെ വേണോ അവരൊക്കെ ചർച്ച നടത്തിയിട്ട് പോകും. എല്ലാവരും കൂടി ചേർത്തില്ലേ തീരുമാനിക്കുള്ളൂ. തീരുമാനം വരുന്നത് എല്ലാവരും LDF എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ച് പോവുക. തീരുമാനിച്ച് പോകുന്നതിന് എവിടെയെങ്കിലും തടസ്സമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനത്തിലേക്ക് പോകും. ആരെതിർത്താലും ബ്രുവറിയിൽ നിന്ന് പിന്മാറില്ലെന്ന പാർട്ടി നയം വ്യക്തമാക്കുകയാണ് MV ഗോവിന്ദൻ. ഭൂമി തരംമാറ്റൽ അനുമതി നിഷേധിച്ച RDOയുടെ നടപടി CPIയുടെ നിലപാടെ കരുതുന്നില്ല. തടസ്സമായ ഘടകങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമെന്നും ഘടകകക്ഷികളുടെ എതിർപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞു. ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കുമെന്ന് മുന്നണി കൺവീനറും വ്യക്തമാക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെല്ലാം ചർച്ച നടത്തിയാണ് ഒരു പൊതു നിലപാടിലേക്ക് എത്തുക. മുന്നണിയിലെ പാർട്ടികൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ജലചൂഷണം ഉണ്ടാവില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രുവറിയിൽ ഉറച്ച അഭിപ്രായം പറഞ്ഞ MV ഗോവിന്ദൻ റോഡിലെ ടോൾ വിഷയത്തിൽ കുറെ കൂടി മയപ്പെട്ട നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല, ടോൾ വിഷയം മുന്നണി ചർച്ച ചെയ്തെന്ന കൺവീനർ TP രാമകൃഷ്ണൻ നിലപാടും ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു. കിഫ്ബി ടോൾ പിരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ടോൾ പിരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അറിയിക്കാം. ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലല്ലോ, തീരുമാനം വന്നില്ലല്ലോ, വരട്ടെ, അപ്പോൾ നമുക്ക് അറിയിക്കാം.
ഇനി LDFന്റെ ഭാഗമായിട്ട് തീരുമാനം വരുമ്പോഴും ഞങ്ങളുടെ കൂടി തീരുമാനമായിരിക്കും. അത്രയേ ഉള്ളൂ. ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന രീതിയിൽ ഇത്തരം ടോളിനോട് പൊതുവെ യോജിക്കുന്നില്ല. ബ്രുവറി ടോൾ വിഷയങ്ങളിൽ CPIയും RJDയുമാണ് CPMന് എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. 19-ന് ചേരുന്ന മുന്നണി യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അതിനു മുന്നോടിയായി ഉഭയകക്ഷി ചർച്ചകൾക്കും സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പകുതിവില തട്ടിപ്പ് കേസിൽ സായി ഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം. കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ പ്രമുഖരെയും ചോദ്യം ചെയ്യും. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യും. കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും തട്ടിപ്പിന്റെ ഭാഗമായെന്ന് CPM ആരോപിച്ചു. ഇന്നും പണം നഷ്ടപ്പെട്ട നിരവധി പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. പകുതിവില തട്ടിപ്പിൽ പണം നൽകിയെന്ന് അനന്തു കൃഷ്ണൻ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെയും മറ്റ് ഉന്നതരെയും ചോദ്യം ചെയ്യും. സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് നിയമോപദേശം തേടി. ആനന്ദകുമാറിന് എല്ലാ മാസവും 10 ലക്ഷം രൂപ വീതം നൽകിയിരുന്നെന്നാണ് മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ മൊഴി. തട്ടിപ്പ് നടന്നത് ആനന്ദകുമാറിന്റെ അറിവോടെയാണെന്ന് ആരോപിച്ച NGO കോൺഫെഡറേഷൻ അംഗങ്ങൾ രംഗത്തെത്തി. അത് ഇപ്പോൾ സായി ഗ്രാമിലെ ആനന്ദകുമാർ സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ഗുണഭോക്താക്കളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം വാങ്ങുകയും ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഞങ്ങൾ അവർ നിർദ്ദേശിച്ച അക്കൗണ്ടിലോട്ട് പണം അടയ്ക്കുകയും ചെയ്തു. ലാലി വിൻസെന്റ്, AN രാധാകൃഷ്ണൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെയും ചോദ്യം ചെയ്യും. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപയും BJP നേതാവ് AN രാധാകൃഷ്ണന് 40 ലക്ഷം രൂപയും നൽകിയെന്നാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. വിഷയം CPM രാഷ്ട്രീയ ആയുധമാക്കും. CPIMന്റെ ഭാഗമായിട്ട് ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാളെ ഈ CPIM എന്ന് പറയുന്ന പാർട്ടി കൃത്യമായിട്ട് രാഷ്ട്രീയമായി സംഘടനാപരമായി കൈകാര്യം ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട. പറയട്ടെ, കോൺഗ്രസും ലീഗും BJPയും ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ BJPക്കാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ ഈ പറയുന്ന ലീഗുകാരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ ശരിയായ രീതിയിൽ തെളിവിന്റെ ഭാഗമായിട്ട് വന്നാൽ നടപടിയെടുത്ത് മുമ്പോട്ടേക്ക് പോകുമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പാർട്ടിയാണ്. പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ പാർട്ടി ഒരു സംശയമില്ലാത്ത രീതിയിൽ ഉറപ്പായിട്ട് തന്നെ പറയുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോട്ടോ ഒന്നല്ല കേട്ടോ, നിങ്ങൾ ഈ പറയുന്ന ഈ വളരെ ലളിതവരിക്കൊന്നും വേണ്ടതില്ല. തിരുവനന്തപുരം പ്രസ് ക്ലബിന് പാരിതോഷികം കൈമാറിയെന്ന് പ്രതി വെളിപ്പെടുത്തിയിരുന്നു. പ്രസ് ക്ലബ്ബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യും. പ്രതി അനന്തു കൃഷ്ണനെ ഇന്ന് തൊടുപുഴയിലെത്തിച്ച് തെളിവെടുത്തു. ശങ്കരപ്പള്ളി, കുളപ്ര എന്നിവിടങ്ങളിലാണ് എത്തിച്ചത്. ഇടുക്കിയിൽ മാത്രം 20ഓളം കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലും 200ഓളം പേരെ അനന്തു കൃഷ്ണൻ കബളിപ്പിച്ചു. സീഡ് സൊസൈറ്റി സംഘടന വഴി തട്ടിച്ചത് 7 കോടി. തൃക്കുന്നപ്പുഴയിൽ പണം നഷ്ടമായവരിൽ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ പണം പോയത് പഞ്ചായത്ത് അംഗത്തിനും. തട്ടിപ്പിനിരയായതിന് പിന്നാലെ പോത്തൻകോട് പഞ്ചായത്ത് അംഗം അനിതാകുമാരി പോലീസിൽ പരാതി നൽകി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോത്തൻകോട് സ്റ്റേഷനിൽ മാത്രം 41 പരാതികൾ ഇതുവരെ കിട്ടി. അനന്തു കൃഷ്ണന്റെ കോർഡിനേറ്റർമാർ പഞ്ചായത്തിൽ നേരിട്ടെത്തി ക്ലാസുകൾ നടത്തിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. ദർശന ചാരിറ്റബിൾ സൊസൈറ്റി പ്രതിനിധികൾ എന്ന പേരിലാണ് അനന്തു കൃഷ്ണന്റെ കോർഡിനേറ്റർമാർ പോത്തൻകോട് പഞ്ചായത്തിൽ സ്വയം പരിചയപ്പെടുത്തിയെത്തുന്നത്. വെള്ളായണിക്കടുത്താണ് ഓഫീസെന്ന് പറഞ്ഞവർ പഞ്ചായത്തിൽ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണ പരിപാടിയും സംഘടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ചിലർക്ക് സ്കൂട്ടറുകൾ നൽകി. വിശ്വാസം ആർജിച്ചതോടെ വൻ തുകകൾ നിക്ഷേപമായി എത്തി. ആദ്യഘട്ടം തന്നെ അടച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ലാപ്ടോപ്പും ഈ തയ്യൽ മെഷീനൊക്കെ നമ്മുടെ ഇവിടെ ഒരു BEd കോളേജ് ഉണ്ട്, അവിടെ വെച്ച് ഫംഗ്ഷൻ നടത്തി അവിടെ വെച്ച് വിതരണം നടത്തുകയും ചെയ്തു. ഈ കോഴിക്കോടൊക്കെ അത് കണ്ടുകൊണ്ട് രണ്ടാം ഘട്ടമാണ് ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് പേര് പൈസ അടച്ചു കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇവരൊരു 56,000 രൂപയുടെ ഒരു റെസിപ്റ്റാണ് തന്നത്. അതിലാണ് എഴുതിയിരുന്നത് ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ്, ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി കരമന, എന്നിട്ട് ഈ ഫോൺ നമ്പറും വെച്ച് തന്നത്. പലരിൽ നിന്ന് സ്വരൂപിച്ച് 13 ലക്ഷം രൂപ നൽകി വെട്ടിലായ വ്യക്തിയുമുണ്ട്. കേസ് വൈകാതെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. 3 കോടിയിൽ കൂടുതൽ രൂപയുടെ തട്ടിപ്പ് നടന്ന കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. ഇതുവരെ ലഭിച്ച പരാതികൾ അനുസരിച്ച് 700 കോടി രൂപയ്ക്ക് മുകളിലാണ് തട്ടിപ്പ്. അനന്തു കൃഷ്ണനെതിരെയുള്ള പരാതികൾ 8,000-ന് മുകളിൽ പോകുമെന്നാണ് ഇപ്പോഴത്തെ നിലയിൽ കണക്കുകൂട്ടൽ. 5,000-ലധികം പേർ ഇതിനകം പരാതി നൽകി കഴിഞ്ഞു. 1000 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് കേസ്. കബളിപ്പിക്കപ്പെട്ടതിൽ ഏറെയും സ്ത്രീകളാണ്. ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും സാമ്പത്തികമായി ശരാശരി കുടുംബങ്ങളിലും താഴെയുള്ളവരും. ന്യൂസ് 18 തിരുവനന്തപുരം. പകുതി വില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണനുമായി പോലീസ് ഇന്ന് വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. ഈരാറ്റുപേട്ടയിലും പ്രതിയുടെ സ്വന്തം നാടായ കുടയത്തൂർ കോളപ്ര 7-ാം മൈലിലെ വീടിന് സമീപവും കോളപ്രയിലെ ഓഫീസിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്.
തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ വാങ്ങിയതും വാങ്ങാൻ അഡ്വാൻസ് നൽകിയതുമായ സ്ഥലങ്ങൾ അനന്തു പോലീസിനെ കാണിച്ചു കൊടുത്തു. മലങ്കര ജലാശയത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തും തെളിവെടുപ്പ് നടത്തി. മൂവാറ്റുപുഴ പോലീസാണ് അനന്തുവിനെ തെളിവെടുപ്പിനെത്തിച്ചത്. രാവിലെ ഈരാറ്റുപേട്ടയിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് തൊടുപുഴയിൽ അനന്തുവിനെ എത്തിച്ചത്. കൊല്ലം ചാത്തന്നൂരിൽ സ്ലാബ് തകർന്ന് മാൻഹോളിൽ വീണ് പരിക്കേറ്റ യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി മനീഷയാണ് മരിച്ചത്. അപകടത്തിൽ പെട്ട മറ്റൊരു യുവതി ചികിത്സയിലാണ്. MES ഹോസ്റ്റലിൽ വെച്ചായിരുന്നു അപകടം. ഇരുവരും ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ പാരാമെഡിക്കൽ ജീവനക്കാരാണ്. 2 ദിവസം മുൻപാണ് അപകടം സംഭവിച്ചത്. മലപ്പുറം നിലമ്പൂരിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ഉത്സവത്തിന് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ബ്രഹ്മണീയം വീട്ടിൽ ഗോവിന്ദൻകുട്ടിയാണ് ഇടഞ്ഞത്. ഉൾപ്പെടെ എടുത്ത് എറിഞ്ഞു. പോലീസ് ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. ആനയെ ഒരു പറമ്പിലെത്തിച്ചെങ്കിലും തളയ്ക്കാനായിട്ടില്ല. പരിസ്ഥിതിയോടും യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടലാസ് സ്ട്രോകൾ ഇനി വേണ്ടെന്ന് പറഞ്ഞ ട്രംപ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തു. വ്യാപക വിമർശനമാണ് ട്രംപിന്റെ പരാമർശത്തിനെതിരെ ഉയരുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിട്ട് 1 മാസം പോലും ആയിട്ടില്ലെങ്കിലും വിജയമുറപ്പിച്ചതു മുതൽ നടത്തുന്ന വിചിത്രവും വിവാദവുമായ പ്രസ്താവനകൾ ഏറെയാണ്. അതിലേറ്റവും ഒടുവിലെത്തിയതാണ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനം. അമേരിക്കയ്ക്കോ മനുഷ്യർക്കോ മാത്രമല്ല, ഭൂമിക്കാകെയും എല്ലാ ജീവജാലങ്ങൾക്കും വെല്ലുവിളിയാകുന്ന പ്രഖ്യാപനമാണ് ഇത്തവണ ട്രംപിൽ നിന്നുണ്ടായത്. ഇനി മുതൽ കടലാസ് സ്ട്രോകൾ വേണ്ടെന്നും പ്ലാസ്റ്റിക് സ്ട്രോ മതിയെന്നും പറയുന്ന ട്രംപ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്യുന്നു. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ സർക്കാരാണ് പേപ്പർ സ്ട്രോകൾ നിർബന്ധമാക്കിയത്. ഇനി അത് വേണ്ടെന്ന് ട്രംപ് പറയുന്നു. പ്ലാസ്റ്റിക് സ്ട്രോകൾക്കുള്ള വിലക്ക് നീക്കുന്ന ഉത്തരവിൽ ഉടൻ ഒപ്പുവെക്കുമെന്ന് പറഞ്ഞ ട്രംപ് പേപ്പർ സ്ട്രോകൾ പ്രോത്സാഹിപ്പിച്ച ബൈഡന്റെ നയം പരിഹാസ്യമെന്നും കുറ്റപ്പെടുത്തി. അധികാരമേറ്റതിന് പിന്നാലെ പാരീസ് കാലാവസ്ഥാ വ്യതിയാന കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആഹ്വാനം. നേരത്തെ പ്രചാരണ സമയത്തും പ്ലാസ്റ്റിക് സ്ട്രോകൾ ട്രംപ് ആയുധമാക്കിയിരുന്നു. പ്രസ്താവനയെ പിന്തുണച്ച് ട്രംപിന്റെ പ്രധാന അനുയായിയായ ഇലോൺ മസ്ക് രംഗത്തുവന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലെ ട്രംപിന്റെ പോസ്റ്റ് എക്കാലത്തെയും മികച്ച പ്രസിഡന്റ് എന്ന ക്യാപ്ഷനോടെ എക്സിൽ പങ്കുവച്ചുകൊണ്ടാണ് മസ്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അമേരിക്കയിൽ സമ്മിശ്ര പ്രതികരണമാണ് ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടാക്കിയതെങ്കിലും പരിസ്ഥിതിക്ക് വിനാശകരമായ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ലോകത്ത് പല കോണിൽ നിന്നും ഉയരുന്നത്. ഭൂമിയെ നശിപ്പിക്കാൻ നിങ്ങൾക്കെന്തിനിത്ര വ്യഗ്രത എന്ന് ചോദിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ധ്രുവ് റാട്ടിയുടെ പ്രതികരണവും ശ്രദ്ധേയമാവുകയാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കും വേണമെങ്കിൽ ചൊവ്വയിലേക്ക് പോകാൻ കഴിയും, പക്ഷേ അവശേഷിക്കുന്ന മറ്റുള്ളവർക്കായെങ്കിലും ഭൂമിയെ മലിനമാകാതെ സൂക്ഷിക്കൂ എന്നായിരുന്നു ധ്രുവ് റാട്ടിയുടെ ഇതിനോടുള്ള പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.